ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പശ്ചിമബംഗാൾ, തെലങ്കാന, രാജസ്ഥാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. IIT ഖരഗ്പൂരിലെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 20,000 കോടിയോളം രൂപയുടെ 37 വികസന പദ്ധതികൾക്ക് ഇന്ന് വാരണാസിയിൽ തുടക്കം കുറിക്കും. ഐക്യരാഷ്ട്രസഭയെ കാലാനുസൃതമായി നവീകരിക്കണമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര കേരളത്തിൽ പുരോഗമിക്കുന്നു. നവകേരള സദസ്സ് ഇന്ന് കൊല്ലം ജില്ലയിൽ. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2023 ന്യൂഡൽഹിയിൽ സമാപിച്ചു. 105 മെഡലുകളോടെ ഹരിയാന ഒന്നാം സ്ഥാനത്ത്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FCയെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പശ്ചിമബംഗാൾ, തെലങ്കാന, രാജസ്ഥാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ശനിയാഴ്ച വരെയാണ് സന്ദർശനം. പശ്ചിമബംഗാളിലെ IIT ഖരഗ്പൂരിന്റെ 69ാമത് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. തുടർന്ന് വാർഷിക ദക്ഷിണേന്ത്യാ സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ഹൈദരാബാദിൽ എത്തും. ചൊവ്വാഴ്ച നടക്കുന്ന ഹൈദരാബാദ് പബ്ലിക് സ്കൂൾ സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. ബുധനാഴ്ച തെലങ്കാനയിലെ പോച്ചംപള്ളിയിൽ ടെക്സ്റ്റൈൽ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന കൈത്തറി സ്പിന്നിംഗ് യൂണിറ്റും തീം പവലിയനും സന്ദർശിക്കുന്ന രാഷ്ട്രപതി നെയ്ത്തുകാരുമായി സംവദിക്കും. സെക്കന്ദരാബാദിൽ MNR എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും രാഷ്ട്രപതി ഭാഗമാകും. വ്യാഴാഴ്ച രാഷ്ട്രപതി നിലയത്തിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ശ്രീമതി മുർമു നിർവഹിക്കും. വെള്ളിയാഴ്ച സംസ്ഥാനത്തെ പ്രമുഖർക്ക് രാഷ്ട്രപതി നിലയത്തിൽ സ്വീകരണം നൽകും. ശനിയാഴ്ച രാജസ്ഥാനിലെ പൊക്രാനിൽ നടക്കുന്ന തത്സമയ ഫയറിംഗ് അഭ്യാസത്തിനും രാഷ്ട്രപതി സാക്ഷ്യം വഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 20,000 കോടിയോളം രൂപയുടെ 37 വികസന പദ്ധതികൾക്ക് ഇന്ന് വാരണാസിയിൽ തുടക്കം കുറിക്കും. ഒരു റിപ്പോർട്ട്. 2 ദിവസത്തെ സന്ദർശനത്തിനായി വാരണാസിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിലെ ഉമറഹയിൽ പുതിയതായി നിർമ്മിച്ച സ്വർവേദ് മഹാമന്ദിരം ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മഹാമന്ദിറിലെ ഭക്തരെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. തന്റെ മണ്ഡലത്തിലെ ഗ്രാമപ്രദേശമായ സേവാപുരിയിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്രയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. പരിപാടിയിൽ വിവിധ സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായും പ്രധാനമന്ത്രി സംവദിക്കും. ഏകദേശം 19,900 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ നഗർ ന്യൂ ഭൌപൂർ ഇടനാഴിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. ബല്ലിയ ഗാസിപ്പൂർ സിറ്റി റെയിൽപാത ഇരട്ടിപ്പിക്കൽ പദ്ധതി, ഇൻഡാര ദോഹിഗഡ് റെയിൽ ലൈൻ ഗേജ് കൺവേർഷൻ പ്രൊജക്ട് എന്നിവയാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മറ്റ് റെയിൽവേ പദ്ധതികൾ. വാരണാസി ന്യൂഡൽഹി വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനും ദോഹിഗഡ് മൌ മെമു ട്രെയിനും പുതിയതായി ഉദ്ഘാടനം ചെയ്ത ഇടനാഴിയിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ബനാറസ് ലോക്കോമോട്ടീവ് വർക്ക്സ് നിർമ്മിച്ച 10,000ാമത് ലോക്കോമോട്ടീവും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. സ്മാർട്ട് സിറ്റി മിഷന്റെ കീഴിൽ വിനോദസഞ്ചാരത്തെക്കുറിച്ച് വിവരങ്ങൾ അറിയാനായി വെബ്സൈറ്റും ഏകീകൃത ടൂറിസ്റ്റ് പാസ് സംവിധാനവും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ കാശി തമിഴ് സംഗമത്തിന്റെ 2ാം ഘട്ടം നമോഘട്ടിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഇന്ത്യ. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പ്രധാനമന്ത്രിയുടെ പ്രത്യേക ദൂതനായി കുവൈത്ത് സന്ദർശിച്ച് രാജ്യത്തിനായി ആദരാഞ്ജലികൾ അർപ്പിച്ചു. കുവൈറ്റിന്റെ പുതിയ അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിനെ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ അനുശോചന കത്തുകളും അദ്ദേഹം കൈമാറി. കഴിഞ്ഞ ദിവസം അന്തരിച്ച കുവൈറ്റ് അമീറിന്റെ ഭൌതികദേഹം സ്വകാര്യ ചടങ്ങിൽ സംസ്കരിച്ചു. വേർപിരിഞ്ഞ നേതാവിനോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ സർക്കാർ ഇന്നലെ രാജ്യത്തുടനീളം ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നു. കുവൈറ്റ് അമീറിന്റെ നിർഭാഗ്യകരമായ വിയോഗത്തിൽ അതിയായ ദുഃഖമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടനയെ കാലാനുസൃതമായി നവീകരിക്കണമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ബംഗളൂരുവിൽ റോട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ട് പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുതിയ അംഗങ്ങളെ ചേർക്കാൻ ആഗ്രഹിക്കാത്ത UN സുരക്ഷാ കൌൺസിൽ ഒരു പഴയ ക്ലബ്ബ് പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ചോദ്യം ചെയ്യപ്പെടുന്നില്ലെന്നും പരിഷ്കാരങ്ങളൊന്നുമില്ലാത്തതിനാൽ UNന്റെ കാര്യക്ഷമത കുറയുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിലവിലുള്ള വെല്ലുവിളികളെ നേരിടാൻ UN സുരക്ഷാ കൌൺസിലിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ വലിയൊരു വിഭാഗം രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. ആഗോളതലത്തിൽ പരിഷ്കാരങ്ങളുടെ വിഷയം ഇന്ത്യ തുടർച്ചയായി ഉന്നയിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ ചൈന ബന്ധത്തെക്കുറിച്ച് സംസാരിക്കവേ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ദുഷ്കരമായിരിക്കുകയാണെന്നും അതിർത്തിയിലെ കരാറുകൾ ചൈന പാലിക്കാത്തതാണ് ഇതിന് കാരണമെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ ചൈനയുമായി മികച്ച ബന്ധമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മധ്യപ്രദേശ് നിയമസഭയുടെ 4 ദിവസത്തെ സമ്മേളനം ഇന്ന് ആരംഭിക്കും. മധ്യപ്രദേശിലെ 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനമാണിത്. സമ്മേളനത്തിൽ മുൻ കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമറെ സ്പീക്കറായി സഭ തെരഞ്ഞെടുക്കും. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർ സത്യവാചകം ചൊല്ലും. ഭരണകക്ഷിയായ BJPയുടെ ഏറ്റവും മുതിർന്ന MLA-യായ ഭോപാൽ ഭാർഗവയെ സഭയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പ്രോടേം സ്പീക്കറായി ഗവർണർ മംഗുഭായ് പട്ടേൽ നിയമിച്ചു.
ഇസ്രയേൽ ഗാസ സംഘർഷത്തിൽ ഹമാസിന്റെ ഏറ്റവും വലിയ തുരങ്ക സംവിധാനം കണ്ടെത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. 4 കിലോമീറ്ററിലധികം നീളമുള്ള തുരങ്കം എറൈസ് ക്രോസിംഗിൽ നിന്ന് 400 മീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഗാസയിലെ 200ഓളം ഹമാസ് സൈറ്റുകൾക്കെതിരെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. 15 മീറ്റർ നീളമുള്ള മറ്റൊരു തുരങ്കം വ്യോമാക്രമണത്തിൽ തകർന്നിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തിക്കാനായി ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് ലഭിക്കുന്നത്. കോട്ടയം ജില്ലയിൽ ഇന്ന് ചിറക്കടവ്, മണിമല ഗ്രാമപഞ്ചായത്തുകളിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര പര്യടനം നടത്തും. ചിറക്കടവിൽ രാവിലെയും മണിമലയിൽ ഉച്ചകഴിഞ്ഞും യാത്ര എത്തിച്ചേരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് രാവിലെ വയലാർ പഞ്ചായത്തിലും ഉച്ചയ്ക്ക് ശേഷം പട്ടണക്കാട് പഞ്ചായത്തിലും വികസിത് ഭാരത് സങ്കല്പ് യാത്ര പര്യടനം നടത്തും. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് പേരാമ്പ്ര ബ്ലോക്കിൽ പര്യടനം തുടങ്ങും. ചക്കിട്ടപ്പാറ, കായണ്ണ ഗ്രാമപഞ്ചായത്തുകളിലാണ് ആദ്യ ദിവസത്തെ പൊതുസമ്മേളനം ഒരുക്കിയിരിക്കുന്നത്. ഇതിനകം 33 പഞ്ചായത്തുകളിലും 5 ബ്ലോക്കുകളിലും പര്യടനം പൂർത്തിയാക്കി. പാലക്കാട് ജില്ലയിലെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്ന് ചളവറ, തൃക്കടിരി പഞ്ചായത്തുകളിലും മണ്ണാർക്കാട് നഗരസഭയിലും പര്യടനം നടത്തും. ഇന്ന് കണ്ണൂർ ജില്ലയിലെ അഴീക്കോട്, വളപട്ടണം പഞ്ചായത്തുകളിൽ യാത്ര പര്യടനം നടത്തും. രാവിലെ അഴീക്കോട് വൻകുളത്ത് വയലിലെ പഞ്ചായത്ത് ഗ്രൌണ്ടിലും ഉച്ചയ്ക്ക് ശേഷം വളപട്ടണം പഞ്ചായത്തിലും എത്തിച്ചേരും. ഇന്ന് ഇടുക്കിയിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ബൈസൺ വാലി പഞ്ചായത്തിലെത്തും. രാവിലെ പൊട്ടൻകാട് SBIക്ക് സമീപത്ത് വച്ചാണ് പരിപാടി. എറണാകുളം ജില്ലയിൽ ഇന്ന് രാവിലെ പല്ലാരിമംഗലത്തും ഉച്ചകഴിഞ്ഞ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലും യാത്ര എത്തിച്ചേരും. നവകേരള സദസ്സ് ഇന്ന് കൊല്ലം ജില്ലയിൽ. രാവിലെ കൊട്ടാരക്കരയിൽ എത്തുന്ന സദസ്സ് 11 മണിക്ക് പത്തനാപുരം മണ്ഡലത്തിലെത്തും. ഉച്ചതിരിഞ്ഞ് പുനലൂർ മണ്ഡലത്തിലും വൈകിട്ട് 6-ന് ചക്കുവള്ളിയിലും നവകേരള സദസ്സ് സംഘടിപ്പിക്കും. കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിന് പുറത്ത് അപകീർത്തികരമായ പോസ്റ്ററുകളും കറുത്ത ബാനറുകളും സ്ഥാപിച്ച് നടപടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗൌരവമായി എടുത്തിട്ടുണ്ടെന്ന് രാജ്ഭവൻ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ ഇത് നടക്കില്ലെന്ന് കരുതുന്നുവെന്നും മാധ്യമങ്ങൾക്ക് നൽകിയ പ്രസ്താവനയിൽ രാജ്ഭവൻ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയുടെ ഇത്തരം ബോധപൂർവമായ നടപടികൾ സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനത്തിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്ന് ഗവർണർ പറഞ്ഞു. ഇന്നലെ ചാൻസലർക്കെതിരെയുള്ള SFIയുടെ ബാനറുകൾ നീക്കം ചെയ്യാൻ ഗവർണർ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പാലിക്കപ്പെടാത്തതിനാൽ ഗവർണർ രോഷം പ്രകടിപ്പിക്കുകയായിരുന്നു. SFIയുടെ പ്രതിഷേധം കണക്കിലെടുത്ത് കാലിക്കറ്റ് സർവകലാശാലയുടെ ക്യാമ്പസിലും പുറത്തും ഗവർണറുടെ സുരക്ഷ പോലീസ് ശക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം പ്രതിനിധി സുരേഷ് ബാബു. മലപ്പുറം ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും പോലീസുകാരെ ക്യാമ്പസിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ പാലക്കാട്, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ നിന്നും കൂടുതൽ പോലീസിനെ കാലിക്കറ്റ് സർവകലാശാല പരിസരത്തും തേഞ്ഞിപ്പലത്തുമായി എത്തിച്ചിട്ടുണ്ട്. തനിക്കെതിരെ ക്യാമ്പസിൽ SFI സ്ഥാപിച്ച ബാനറുകൾ നീക്കം ചെയ്യാൻ ഇന്നലെ വൈകിട്ട് പോലീസിന് ചാൻസലർ കർശന നിർദ്ദേശം നൽകുകയായിരുന്നു. മലപ്പുറം SPയുടെ നേതൃത്വത്തിൽ പോലീസ് ചാൻസലർക്കെതിരെയുള്ള ബാനറുകൾ നീക്കം ചെയ്തും തൊട്ടു പിന്നാലെ പ്രകടനവുമായി എത്തിയ SFI പ്രവർത്തകർ കൂടുതൽ ചാൻസലർ വിരുദ്ധ ബാനറുകളും ബോർഡുകളും ക്യാമ്പസ് കവാടത്തിലും പരിസരത്തുമായി സ്ഥാപിച്ചു. ഗവർണർക്കെതിരെ ഇന്നും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് SFI നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 3:30-ന് കാലിക്കറ്റ് സർവകലാശാലയിൽ സനാതന ധർമ്മപീഠം ആൻഡ് ഭാരതീയ വിചാര കേന്ദ്രം ചെയർ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു നവോത്ഥാന പ്രവാചകൻ സെമിനാർ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2023 ന്യൂഡൽഹിയിൽ സമാപിച്ചു. 40 സ്വർണവും 39 വെള്ളിയും 26 വെങ്കലവും ഉൾപ്പെടെ 105 മെഡലുകൾ നേടി ഹരിയാന ഒന്നാം സ്ഥാനത്തെത്തി. ഡിസംബർ 10-ന് ആരംഭിച്ച ഗെയിംസിൽ 32 സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിച്ച് രാജ്യത്തുടനീളമുള്ള 1450 പാരാ അത്ലറ്റുകളാണ് വിവിധ മത്സരങ്ങളിൽ മാറ്റുരച്ചത്. ജനങ്ങളുടെ ആവേശത്തിന്റെയും വികാരത്തിന്റെയും ആഘോഷമാണ് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് എന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ന്യൂഡൽഹിയിൽ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ കായിക മേഖലയിലെ ചരിത്രപരമായ ഒരു അധ്യായമാണ് പാരാ ഗെയിംസ് അടയാളപ്പെടുത്തുന്നതെന്ന് ശ്രീ ഠാക്കൂർ പറഞ്ഞു. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FCയെ നേരിടും. ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 8-നാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പശ്ചിമ ബംഗാൾ, തെലങ്കാന, രാജസ്ഥാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. IIT ഖരഗ്പൂരിലെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 20,000 കോടിയോളം രൂപയുടെ 37 വികസന പദ്ധതികൾക്ക് ഇന്ന് വാരണാസിയിൽ തുടക്കം കുറിക്കും. ഐക്യരാഷ്ട്രസഭയെ കാലാനുസൃതമായി നവീകരിക്കണമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. നവകേരള സദസ്സ് ഇന്ന് കൊല്ലം ജില്ലയിൽ. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2023 ന്യൂഡൽഹിയിൽ സമാപിച്ചു. 105 മെഡലുകളോടെ ഹരിയാന ഒന്നാം സ്ഥാനത്ത്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FCയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.